ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ CGLന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മുതൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു സാധനം അതാണ് ഒരു സ്റ്റഡി പ്ലാൻ. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ പറയുന്ന പോലെ ഇതിപ്പോൾ ഒരു കൺവെൻഷനായി കഴിഞ്ഞു. എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരുന്നു, സ്റ്റഡി പ്ലാൻ ചോദിക്കുന്നു. കഴിയുന്ന രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ തരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സ്റ്റഡി പ്ലാൻ നോക്കി പഠിച്ചോ എന്ന് പ്രാവശ്യം പറയാൻ സാധിക്കില്ല. കാരണം CGL ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഏകദേശം പരീക്ഷ എക്സ്പെക്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബറിലാണെന്നാണ് നമ്മുടെ കലണ്ടറിൽ പറയുന്നത്, നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ മുതൽ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 6 മാസം സമയമുണ്ട് നമ്മുടെ ടയർ 2 അഥവാ മെയിൻസിന്. അപ്പോൾ നമ്മൾ ടയർ 1 ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളുണ്ട്. ആ ഒരു 3 മാസത്തിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് SSC CGL പരീക്ഷയുടെ ടയർ 1 വേണ്ടി തയ്യാറെടുക്കാം, അതായിരിക്കും ഈ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ വിൻഡോ അവസാനിച്ചിട്ടില്ല. പലരും CGL പരീക്ഷയെ പറ്റി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പരീക്ഷയാണ്. ഒരുപാട് കാശ് മുടക്കൊന്നുമില്ല. പിന്നെ ഈ പരീക്ഷ സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർ ഇപ്പോഴേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരു വിത്തിൻ 1 വീക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് തീർക്കുക. വേറൊന്നുമല്ല, നിങ്ങൾക്ക് കുറേ ഡൗട്ടുകൾ ഉണ്ടാവും. ആ ഭാഷ, ഈ ഭാഷ, ഈ ഒരു ഡൗട്ട്, ആ ഒരു ഡൗട്ട്, എല്ലാം കൃത്യമായിട്ട് എന്താ പറയുക, ക്ലിയർ ആകേണ്ട സമയമായി. ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. കുറേ പേര് സെക്ഷണൽ ടൈമറിനെ പറ്റിയിട്ടുള്ള ഡൗട്ടുകൾ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് കേഡറിൽ മലയാള ഭാഷ ഞാൻ 10ാം ക്ലാസ്സിന് +2 പഠിച്ചിട്ടില്ല. ആ ഡൗട്ടുകൾക്കൊക്കെ ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇനി നിങ്ങൾ ഡിലേ ചെയ്യിക്കരുത് കേട്ടോ, അവസാനത്തേക്ക് വെയിറ്റ് ചെയ്യരുത്. ഇവർ പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നമുക്ക് ടയർ 1 ഉണ്ടാകും, ഡിസംബർ മാസം നമുക്ക് ടയർ 2 ഉണ്ടാകും. അപ്പോൾ നമുക്ക് എങ്ങനെ ടയർ 1 എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാം? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് പിന്നെ കഴിഞ്ഞ വർഷത്തെ അതേ പ്ലാൻ എടുത്ത് പഠിച്ചോളൂ. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്നാൽ അതേപോലെ തന്നെ എടുത്ത് പഠിച്ചോളൂ എന്ന് പറയാൻ സാധിക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസിൽ മാറ്റം വന്നിട്ടില്ല, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലോ മാർക്സിലോ മാറ്റം വന്നിട്ടില്ല, സമയത്തിൽ മാറ്റം വന്നിട്ടില്ല, നെഗറ്റീവിൽ മാറ്റം വന്നിട്ടില്ല. പിന്നെ എന്തിലാണ് മാറ്റം വന്നിട്ടുള്ളത്? ഈ 1 മണിക്കൂറിൽ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന 25 അല്ലെ 100 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. ആ 1 മണിക്കൂറിൽ അവർ സെക്ഷണൽ ടൈമർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. 15 മിനിറ്റ് ഓരോ സബ്ജക്റ്റിനും, 15 മിനിറ്റ് ഓരോ സബ്ജക്റ്റിനും സെക്ഷണൽ ടൈമർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതേ മാറ്റം ആർക്ക് വന്നിട്ടുണ്ട്? ഈ സ്ക്രൈബിനെ ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും എക്സ്ട്രാ ആ ഒരു സാധനം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സെക്ഷണൽ ടൈമർ വെച്ചിട്ട് എങ്ങനെ പഠിക്കാം? സെക്ഷണൽ ടൈമറിൻ്റെ പ്രശ്നം എന്താണ്? സെക്ഷണൽ ടൈമറിൻ്റെ പ്രശ്നം, നമ്മൾ യൂഷ്വലി റീസണിങ് തരക്കേടില്ലാതെ ചെയ്യാറുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് തരക്കേടില്ലാതെ ചെയ്യും. GK പിന്നെ തരക്കേടുണ്ടോ ഇല്ലയോ, കുറേ സമയം ബാക്കി വരും. ഇതിലും ബാക്കി വരുന്ന സമയങ്ങൾ എടുത്തിട്ട് നമ്മൾ യൂഷ്വലി ആപ്റ്റിറ്റ്യൂഡിനും ഇടയ്ക്ക് റീസണിങ്ങിനും കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഈ റീസണിങ്ങിൽ പലരും 25, 24 ഒക്കെ മേടിക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡിലും ഒരു 20+ നല്ല അറ്റംപ്റ്റ് വരും. ഇംഗ്ലീഷ് തിരക്കേടില്ലാതെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യും. ജനറൽ അവയർനെസ്സിൽ ഓവറോൾ അറ്റംപ്റ്റ് കുറവായിരിക്കും, സമയം ലാഭമായിരിക്കും. ഇനി അങ്ങനെയല്ല, ഇനി ഓരോന്നിനും 15 മിനിറ്റാണ്, ഓരോന്നിനും 15 മിനിറ്റാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഓരോന്നിലും നമ്മുടെ അറ്റംപ്റ്റ് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കണം. ഇനിയെങ്കിലും പിന്നെ CGL പരീക്ഷയ്ക്ക് GK ഒരു ഫാക്ടറല്ല, 5 ചോദ്യം 6 ചോദ്യം എല്ലാം കിട്ടിയാൽ മതി എന്ന് വിവരക്കേട് പറയുമ്പോൾ അത് നിങ്ങൾ ഇനിയെങ്കിലും, ഞാൻ വീണ്ടും പറയുകയാണ്, ഇത്രയും കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സാധനം ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയുകയാണ്. എനിക്ക് പറയാം, ഒരു കാരണം കൂടിയായി, ഇനിയെങ്കിലും ആ ട്രാപ്പിൽ വീഴരുത്. കാരണം നിങ്ങൾ QAയിലും ഇംഗ്ലീഷിലും റീസണിങ്ങിലും സ്കോർ ചെയ്യുന്ന അത്ര തന്നെ പ്രാധാന്യം ഇവിടെയും വരുന്നുണ്ട്. ഇവിടുത്തെ 15 മിനിറ്റിൽ 5 മിനിറ്റ് ചെയ്തിട്ട് ബാക്കി 10 മിനിറ്റ് ഈച്ചനായിട്ട് ഇരിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. ആ 10 മിനിറ്റിലും കൂടെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ആ ഫോക്കസാണ് അടുത്ത 3 മാസത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. ക്ലിയർ ആണോ? അല്ലാതെ ആ 10 മിനിറ്റും കൊണ്ട് പണ്ട് ആധികാരികമായിട്ട് പറയുന്നത് ആ 10 മിനിറ്റ് എടുക്കൂ, ഇപ്പുറം കൊടുക്കൂ, അതിന് പോസിബിൾ അല്ല. അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഒരു സ്റ്റഡി പ്ലാൻ, നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റഡി പ്ലാൻ ഉണ്ടാകും. തരക്കേടില്ലാതെ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റഡി പ്ലാൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന 1-2 എക്സ്ട്രാ പോയിന്റുകളായിരിക്കാം. ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് റിലവൻ്റ് ആയിരിക്കില്ല. ഞാൻ പറയുന്ന കാര്യം റിലവൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാനിലേക്ക് അതുകൂടെ കൂട്ടിച്ചേർക്കുക. അല്ലാതെ ഇപ്പോൾ പോകുന്ന രീതി കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് ഈ രീതിക്ക് പോകാനെന്ന് പറയുന്നില്ല. കംഫർട്ടബിൾ ആയ രീതി പഠിക്കുക. ഈ ഒരു പ്ലാനിൽ നിന്ന് എന്തൊക്കെ നല്ല പോയിന്റ് കിട്ടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, അത് നിങ്ങളുടെയിലേക്ക് ആഡ് ചെയ്യുക. എന്തൊക്കെയായിരിക്കും നമ്മുടെ ഫോക്കസ് ഏരിയാസ്? ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സുഹൃത്തെ, ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീക്ക് ഏരിയാസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സിലബസിൽ നമ്മൾ ഏറ്റവും വീക്കായിട്ടുള്ള ഏരിയാസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. കാരണം വീണ്ടും പറയട്ടെ, ഇപ്പോൾ QAയിലേക്ക് 15 മിനിറ്റിൽ നമ്മൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ വീക്ക് ഏരിയാസിൽ നമ്മൾ വർക്ക് ചെയ്യണം.
GK ആണെങ്കിൽ അതിൽ നമ്മൾ വർക്ക് ചെയ്യണം. റീസണിങ്ങിൽ 25 വേണമെങ്കിൽ 1, 2, 3 വീക്ക് ഏരിയാസ് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ വീക്ക് ഏരിയാസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യണം പറഞ്ഞുതരാം. 2, നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള സമയം എത്രയാ? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഓഗസ്റ്റ് അവസാനമായിരിക്കും പരീക്ഷ വരുന്നതെന്ന് എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് വരാൻ വേണ്ടി പോകുന്ന ഓഗസ്റ്റിലല്ല, സെപ്റ്റംബറിലായിരിക്കും. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഏകദേശം ഒരു 90-100 ദിവസം സമയമുണ്ട് ടയർ 1-ന്. ആ സമയത്തിനുള്ളിൽ നമുക്കൊരു വീക്ക് ബൈ വീക്ക് പ്ലാൻ ഉണ്ടാകണം, ഒരു ഡെയിലി പ്ലാൻ ഉണ്ടാകണം. ഡെയിലി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ള ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. 3-ാമത്തേതാണ് ടൈം മാനേജ്മെന്റ്. നിങ്ങളിൽ പലരും ക്ലാസ്സിന് പോയി പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പലരും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് നല്ല വൃത്തിക്ക് കാണണം. ഈ ഡെയിലി ക്ലാസ്സിൽ കാണുന്ന സാധനങ്ങളുടെ ഒരു എഫക്റ്റീവ് റിവിഷൻ ഡേ ടു ഡേ ബേസിസിൽ നമുക്ക് ചെയ്യണം. വീക്ക്ലി റിവിഷൻ നമുക്ക് നടത്തണം. ഇതേ സമയത്തിനിടയിൽ തന്നെ നമ്മൾ സെക്ഷണൽ മോക്കുകൾ എടുക്കണം. ഇനി അങ്ങോട്ട് നമ്മുടെ മാർക്കിനെ തീരുമാനിക്കുന്നത് സെക്ഷണൽ മോക്കുകളാണ്. ഞാൻ പറയുന്നത് സെക്ഷണൽ ടൈമിനുള്ള മോക്കുകളല്ല, ഇൻഡിവിജ്വൽ സബ്ജക്റ്റുകളുടെയും അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനകത്ത് ഒരു ഇൻഡിവിജ്വൽ ടോപ്പിക്കുകളുടെയും സബ്ജക്ട് വൈസ് ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ. 15 മിനിറ്റിൻ്റെ ടെസ്റ്റ്, 15 മിനിറ്റിൻ്റെ ടെസ്റ്റ് വീണ്ടും എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഫുൾ ലെങ്ത് മോക്ക് എടുക്കണം. അതിൽ നിങ്ങൾക്ക് PYQ മോക്ക് എടുക്കാം, ലൈവ് മോക്ക് എടുക്കാം. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ടത് വീക്ക് ഏരിയാസ് മനസ്സിലാക്കുക, അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ ഒരു വീക്ക്ലി പ്ലാൻ ഉണ്ടാക്കുക, ഡെയിലി പ്ലാൻ ഉണ്ടാക്കുക. ഓരോ ദിവസമുള്ള നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് വൃത്തിക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാലാവസ്ഥ മാറി വരുന്നുണ്ട്, അസുഖങ്ങൾ ഒരുപാട് വരാതിരിക്കാനായിട്ട് നോക്കുക. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നല്ലപോലെ പഠിക്കുന്ന പിള്ളേർ പരീക്ഷയ്ക്കൊക്കെ 1-2 ആഴ്ച മുന്നേ നല്ല ആരോഗ്യ പ്രശ്നങ്ങളായിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നെയ്മറിൻ്റെ അവസ്ഥയാവരുത്. ലോകകപ്പ് സ്ക്വാഡിലേക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആളെത്തിയത്. അപ്പോഴത്തേക്കും അടുത്ത ഇഞ്ചറി, ഫസ്റ്റ് മാച്ച് മിസ് ചെയ്യുമെന്ന് പറയുന്നത്. ആരോഗ്യം നോക്കുക കേട്ടോ, സർവ്വധനാൽ പ്രധാനമാണ്. ആരോഗ്യം നോക്കുക. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ വീക്ക് ഏരിയാസിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്? ഇത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. സിലബസ് എടുക്കുക. ഓൾറെഡി നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടാകും. ചെയ്തിട്ടുള്ളവർ നേരെ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊള്ളുക. ചെയ്യാത്തവരാണെങ്കിൽ ശ്രദ്ധിക്കുക. സിലബസ് എടുക്കുക. ഇതാണ് റീസണിങ്ങിന്റെ സിലബസ്. ഇതിൽ നമ്മളെ ക്ലാസ്സിൽ ഓരോന്നും നിങ്ങളെ റീസണിങ് കിങ് പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? ഇതിൽ 2024-25 കാലഘട്ടത്തിൽ ഏറ്റവും റിപ്പീറ്റ് വാല്യൂ അടിച്ച് ചോദിച്ചിട്ടുള്ള ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ ഞാൻ കണ്ട കുറച്ച് ഫോക്കസ് ഏരിയാസ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. 2024-ഉള്ളതും 2025-ഉള്ളതും. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം 2025-ൽ 2024-നേക്കാൾ കുറച്ചുകൂടെ പ്രാധാന്യം വന്നിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ അനോളജിയിൽ വരുന്ന ഏതൊക്കെയാണ്? കോഡിംഗ്, ഡീകോഡിംഗ്, നമ്പർ ലെറ്റർ സീരീസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, മിറർ ഇമേജ്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ 25 ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂല് കണ്ട കുറച്ച് പോർഷൻസ്. ഇങ്ങനെ ഈ ടോപ്പിക്സിനെ നിങ്ങൾ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യുക. ഓക്കെ, ആദ്യത്തൊരു ഏറ്റവും റിപ്പീറ്റ് വാല്യുള്ള 10 ടോപ്പിക് എടുക്കുക. ഇത് പറയട്ടെ, ഇതിനുള്ള സഹായവും നിങ്ങൾക്ക് നമ്മുടെ ടീച്ചർമാരെ, നമ്മുടെ ഫാക്കൽറ്റി ചെയ്തു തരുന്നുണ്ട്. ഓരോ ടോപ്പിക്കും 15 മിനിറ്റിൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ റീസണിങ്ങിൻ്റെ ഓൾറെഡി വന്നു, പറയുന്നുണ്ട്. GKയുടെ നമ്മൾ ചെയ്യുന്നുണ്ട്, QAയുടെ വരും, ഇംഗ്ലീഷിൻ്റെ വരും. അപ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഏറ്റവും പ്രാധാന്യമുള്ള ടോപ്പിക്കുകളും പറഞ്ഞുതരാം. ഓക്കെ, റീസണിങ്ങിലേക്ക് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും പ്രാധാന്യമുള്ള ടോപ്പിക്കുകൾ ഇതാണ്. ഇതിൽ നിങ്ങൾ ഏറ്റവും വീക്കായിട്ട് നിൽക്കുന്ന എവിടെയാണ്, നിങ്ങളത് ഐഡന്റിഫൈ ചെയ്യുക. ഇതേ വർക്ക് നിങ്ങൾ എവിടെ ചെയ്യണം? നിങ്ങൾ QAക്ക് ചെയ്യണം. ഇപ്പോൾ QAയിലേക്ക് വരുവാണെങ്കിൽ QAയിലെ ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ 2, 3, 4 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ പരീക്ഷ ചെയ്തൊക്കെ അറിയാം, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പലരുടെയും പ്രതീക്ഷ തെറ്റിച്ചൊരു പോർഷനാണ്. ഓക്കെ, പിന്നെ ആസ് യൂഷ്വൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓൾജിബ്ര, ട്രിഗണോമെട്രി, ഇതിലൊന്നും വലിയ മാറ്റം കണ്ടിട്ടില്ല. അപ്പോൾ അഡ്വാൻസ്ഡ് മാത്സും അരിത്തമെറ്റിക്സിനും ഈക്വൽ പ്രാധാന്യം കഴിഞ്ഞ വന്നത്തെ പല ഷിഫ്റ്റിലും കണ്ടിരുന്നു. ചില ഷിഫ്റ്റിൽ ജോമെട്രി ചോദ്യങ്ങൾ വളരെ കൂടുതലായിരുന്നു, ചില ഷിഫ്റ്റിൽ DA കൂടുതലായിരുന്നു, ചില ഷിഫ്റ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൂടുതലായിരുന്നു. അപ്പോൾ ഏത് ഷിഫ്റ്റിലാണ് ഇത് എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അതിനും ഈ ഒരു ഓർഡറിൽ നിങ്ങൾ എഴുതുക. ആദ്യത്തെ ഏറ്റവും പ്രാധാന്യമുള്ള 10-15 ടോപ്പിക്കുകൾ എഴുതുക. അതിലെവിടെയാണ് നമ്മൾ വീക്കായിട്ടുള്ളത്. സെയിം സാധനം നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ ചെയ്യുക. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിലബസിൽ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മാഷ് ക്ലാസ്സിൽ കൃത്യമായിട്ട് ഇന്ന പോർഷൻസ് എന്നൊരു ഓർഡറിൽ നിങ്ങളോട് പറയുന്നുണ്ട്. അതിൽ മൂപ്പര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഏതിനാണ് പ്രാധാന്യം കൂടുതൽ, കുറവ്. കഴിഞ്ഞ തവണ പലരുടെയും പ്രതീക്ഷ തെറ്റിച്ച ഒരു വിഷയമാണ് ഇംഗ്ലീഷ്. കാരണം സൗത്ത് ഇന്ത്യൻസിന് ഇംഗ്ലീഷിന് അഡ്വാൻറ്റേജ് ഉണ്ട്, ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നൊരു ചിന്ത നമുക്കുണ്ടായിരുന്നു. ആ ചിന്ത കഴിഞ്ഞ തവണ ചെറുതായിട്ടെന്ന് അതിലൊരു വിള്ളൽ വീണിട്ടുണ്ട്. എന്താ കാരണം? ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് കോംപ്രിഹെൻഷനാണ്. കോംപ്രിഹെൻഷൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കോംപ്രിഹെൻഷൻ ചോദിച്ചു. ഈ അടുത്ത് SSC തന്നെ പറഞ്ഞു അവരുടെ പ്രധാനപ്പെട്ട സോഴ്സ് ഹിന്ദുവിന്റെ എഡിറ്റോറിയൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ എഡിറ്റോറിയൽസ് വായിക്കാനൊക്കെ ആയിട്ട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? കോംപ്രിഹെൻഷന്റെ വലിപ്പം കൂടി, കോംപ്രിഹെൻഷന്റെ ഡിഫിക്കൽട്ടി കൂടി, സ്റ്റേറ്റ്മെന്റുകളുടെ ലെങ്ത് കൂടി, ഒരു കോംപ്രിഹെൻഷനിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു.
അപ്പോൾ കൂടുതൽ കോംപ്രിഹെൻഷൻ എന്നുള്ള രീതിയിലേക്ക് പോയി. അപ്പോൾ ടൈം മാനേജ്മെന്റ് ആയിരുന്നു ഇംഗ്ലീഷിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കോംപ്രിഹെൻഷൻ കൂടാതെ സിനോണിം, ആന്റണിം, എറർ സ്പോട്ടിംഗ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രാധാന്യമുള്ള ടോപ്പിക്കുകൾ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും നിങ്ങളുടെ വീക്കായിട്ടുള്ള ഏരിയാസ് ഏതാണ് അത് നോക്കുക. മിക്കവാറും കോംപ്രിഹെൻഷൻ തന്നെയായിരിക്കും. ഇനി ജനറൽ അവയർനെസ്സിലേക്ക് വരാം. ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്നുള്ള പോർഷനിലേക്ക് എടുക്കാം. കറണ്ട് അഫയേഴ്സ് മിനിമം 2 സോഴ്സിൽ നിന്ന് പഠിക്കണമെന്ന് പറയാറുണ്ട് അല്ലേ. മിനിമം നമ്മൾ 2 സോഴ്സിൽ നിന്ന് പഠിക്കണം. ഇപ്പോൾ ആൻസർ ടീച്ചറിന്റെ ക്ലാസ് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പത്രത്തിന് റിലേ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മന്ത്ലി കമ്പൈലേഷൻ നിങ്ങൾക്ക് റിലേ ചെയ്യാം. അപ്പോൾ ടീച്ചറിന്റെ ക്ലാസ് പ്ലസ് പത്രം വായനയുടെ ഇപ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്രിഹെൻഷന്റെ വായന അവിടെ നടക്കും, എഡിറ്റോറിയലിന്റെ വായന അവിടെ നടക്കും. അതുകൊണ്ട് ടീച്ചറിന്റെ ക്ലാസ് പ്ലസ് പത്രം വായനയാണ് പേഴ്സണലി എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയാറുള്ളത്. എത്ര മാസം പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരമില്ലാത്ത ചോദ്യമാണ് തമ്പുരാൻ. മിനിമം 10-12 മാസം നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഓഗസ്റ്റ് മാസമാണ് പരീക്ഷയെങ്കിൽ ജൂലൈ പകുതി വരെയുള്ളതൊക്കെ ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ ജൂലൈ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതിൽ നിന്ന് പുറകോട്ട് ഒരു 12 മാസം നിങ്ങൾ നോക്കുക. അത് നിർബന്ധമായിട്ട് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. കറണ്ട് അഫയേഴ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജനറൽ നോളജിലേക്ക് വരുമ്പോൾ ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് ഹിസ്റ്ററിയിലാണ്. അതിൽ തന്നെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ മിഡീവലിന്റെ പ്രാധാന്യം കുറച്ച് കുറഞ്ഞു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചില്ല എന്നല്ല, മോഡേണും ഏൻഷ്യന്റും ആയിരുന്നു കൂടുതൽ ചോദിച്ചിരുന്നത്. പിന്നെ നമുക്ക് പോളിറ്റി ഉണ്ട്, പിന്നെ നമുക്ക് ജോഗ്രഫി, എക്കണോമിക്സ് ഉണ്ട്. സ്റ്റാറ്റിക് ജി കെയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ജി കെയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉണ്ടായിരുന്നത് നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ പോർഷനാണ്. ഫെസ്റ്റിവൽസ്, ഡാൻസസ്, മ്യൂസിക്, ഇതുപോലെ ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഈ ഒരു പോർഷൻ. പിന്നെ സ്പോർട്സ് ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാലോ. ഇതിനായിരുന്നു സ്റ്റാറ്റിക് ജി കെയിൽ പ്രാധാന്യം കൂടുതൽ. ജനറൽ സയൻസിലേക്ക് വരുമ്പോൾ അജയ് മാഷിനോട് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത് ജനറൽ സയൻസിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, ഏറ്റവും കൂടുതൽ ഷിഫ്റ്റുകളിൽ ചോദ്യം വന്നിട്ടുള്ളത് ബയോളജിക്കാണ്, പിന്നെയായിരുന്നു ഫിസിക്സ്, പിന്നെയായിരുന്നു കെമിസ്ട്രി. അപ്പോൾ ഇതാണ് ആ പ്രാധാന്യത്തിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ ജി കെയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഹിസ്റ്ററി കൂടുതൽ ചോദിച്ച ഷിഫ്റ്റ് അത് മാറി നേരെ പൊളിറ്റി ചോദിക്കാം. ഇപ്പോൾ UPSCയുടെ സിവിൽ സർവീസ് പരീക്ഷ അടുത്ത് നടന്നു. യൂഷ്വലി പൊളിറ്റിക്ക് നല്ല പ്രാധാന്യമുണ്ട്. പക്ഷേ ഈ വർഷം നടന്ന പരീക്ഷയിൽ പൊളിറ്റിയുടെ പ്രാധാന്യം വല്ലാതെ കുറഞ്ഞു, ഹിസ്റ്ററിയുടെ പ്രാധാന്യം വല്ലാതെ കൂടി. അടുത്ത വർഷം നേരെ ഉൾട്ടയാവാം കേട്ടോ. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. എന്താണ്? നിങ്ങൾ നിങ്ങളുടെ വീക്ക് ഏരിയാസ് കണ്ടുപിടിച്ചു. അടുത്തത് നമ്മുടെ മുമ്പിലുള്ള സമയമാണ്. ടയർ 1 നമ്മുടെ മുമ്പിലുള്ളത് ഏകദേശം 80 മുതൽ 90 ദിവസം വരെയാണ്. ഓഗസ്റ്റ് അവസാനത്തേക്ക് നമ്മൾ പരീക്ഷ എക്സ്പെക്ട് ചെയ്യുകയാണ്. 80 മുതൽ 90 ദിവസം വരെയാണ്. ഓക്കെ, ടയർ 2 നമ്മുടെ മുമ്പിലേക്കുള്ളത് 180 മുതൽ 200 ദിവസം വരെയാണ്. നിങ്ങളിൽ പലരും, എല്ലാവരും എന്ന് പറഞ്ഞില്ല, പലരും ഇപ്പോൾ ഒരു 130+ ഒക്കെ സ്കോർ മേടിക്കുന്ന ആളുകളുണ്ട്. പേഴ്സണലി നമുക്കറിയാം അല്ലേ, നമ്മൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവരോട് ഞാൻ എന്ത് പറയുന്നുണ്ട്, നിങ്ങൾ ടയർ 2ലേക്കും ഫോക്കസ് ചെയ്യുക. സ്പെഷ്യൽ ടോപ്പിക്കുകളിലേക്ക്. കഴിഞ്ഞ തവണ പലർക്കും ജോലിക്കുള്ള കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിട്ടും ജോലി നഷ്ടപ്പെടാനുള്ള കാരണം കമ്പ്യൂട്ടർ ആയിരുന്നു. ആ കമ്പ്യൂട്ടറിൽ ഇപ്പോഴേ നിങ്ങൾക്ക് ഇരുന്ന് വർക്ക് ചെയ്യാം. പതുക്കെ ഇപ്പോഴേ ഇരുന്ന് ബേസിക് കാര്യങ്ങൾ പഠിക്കാം. കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് 2 പേർക്കുള്ള ടൈം ഇവിടെ തന്നിട്ടുണ്ട്. ഇല്ല, നിങ്ങളൊരു 80കൾ 90കൾ 100കളിലേക്കൊക്കെ എത്തിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ടയർ 1 ആയിരിക്കണം. 80 മുതൽ 90 ദിവസം വരെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ 90 ദിവസത്തിൽ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. ഒരു വീക്ക്ലി പ്ലാൻ ഉണ്ടാക്കുക. വീക്ക്ലി പ്ലാൻ ഉണ്ടാക്കുക. വീക്ക് 1, വീക്ക് 2, വീക്ക് 3. ഓക്കെ, വീക്ക് 1, 2, 3 അങ്ങനെ ഒരു 15 വീക്കിനുള്ള പ്ലാൻ നിങ്ങൾ ഉണ്ടായിക്കോളൂ. ഒരു 12-14 വീക്ക് നമുക്ക് കിട്ടും. എങ്ങനെയാണ് നമ്മൾ ഈ വീക്ക്ലി പ്ലാൻ ഉണ്ടാക്കണ്ടേ? നമ്മൾ നേരത്തെ വീക്ക് ഏരിയാസിനെ കണ്ടുപിടിച്ചില്ലേ, അതിൽ ഏറ്റവും പ്രയോറിറ്റി കൂടുതലുള്ള ഏരിയാസ്. ഇപ്പോൾ ഹിസ്റ്ററിയിൽ ഞാൻ ഭയങ്കര വീക്കാണ്, അപ്പോൾ അത് നിങ്ങൾ പ്രയോറിറ്റിയിൽ ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ QL ജോമെട്രിയിൽ ഞാൻ ഭയങ്കര വീക്കാണ്, അത് നിങ്ങൾ പ്രയോറിറ്റിയിൽ ഉൾപ്പെടുത്തണം. റീഡിംഗ് കോംപ്രിഹെൻഷൻ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ എഡിറ്റോറിയൽസ് വായിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് പ്രയോറിറ്റിയിൽ ഉൾപ്പെടുത്തണം. കാരണം എന്താ, നിങ്ങളവിടെ വീക്കാണെന്നുള്ളത് മാത്രമല്ല, അതിന് പരീക്ഷയ്ക്ക് പ്രാധാന്യം വളരെ കൂടുതലാണ്. അങ്ങനെ പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു വീക്ക്ലി പ്ലാൻ ഉണ്ടാക്കുക. അപ്പോൾ ഒരു റഫ് പ്ലാൻ ഉണ്ടാക്കുക. അടുത്ത ആഴ്ച മൺഡേ മുതൽ സാറ്റർഡേ വരെ, സൺഡേ ഞാൻ ബ്രേക്ക് എടുക്കുകയാണ്. ബ്രേക്ക് എടുത്തോളൂ, റിവിഷൻ നടത്തിക്കോളൂ. കാരണം കംപ്ലീറ്റ് ബ്രേക്ക് എടുക്കാനുള്ള ലക്ഷ്യം നമുക്കിപ്പോൾ ഇല്ല. അത്യാവശ്യം നല്ലപോലെ നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഇടയ്ക്ക് ഒരു ദിവസം ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോടൊന്നും പറയാറില്ല അല്ലേ. ബ്രേക്ക് എടുത്തു എന്ന് പറയുമ്പോൾ എടുത്തോ കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ പ്രൊഡക്ടിവിറ്റി വളരെ കുറഞ്ഞു പോകുന്ന ഒരാൾക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ അതിന് സമ്മതമില്ല. കാരണം ആ ബ്രേക്കിൽ നിന്ന് പിന്നെ നിങ്ങൾ തിരിച്ചു വരില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? ഇപ്പോൾ മൺഡേ ഒരു QAയുടെ പോർഷൻ, ഒരു ഇംഗ്ലീഷിൻ്റെ പോർഷൻ. ട്യൂസ്ഡേ നിങ്ങൾ QA തന്നെയാണ് വീക്കെങ്കിൽ QAയുടെ പോർഷൻ, റീസണിങ്ങിൻ്റെ പോർഷൻ. വെനസ്ഡേ QA GK, GKയിൽ ഏതായിരിക്കണം?
ഇനി ക്യൂ അല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസം ക്യൂ വയ്ക്കുക, ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബാക്കി സബ്ജക്റ്റുകൾ എടുക്കാം. ഒരു ദിവസം ഒരു സബ്ജക്റ്റ് മാത്രമായിട്ട് വയ്ക്കരുത്, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റീനെ അത് വല്ലാതെ ബാധിക്കും. കാരണം നിങ്ങൾ ഓൺ ആൻ ആവറേജ് ഒരു 8 to 10 മണിക്കൂർ പഠിക്കുന്നു എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 10 മണിക്കൂർ ഒരു വിഷയം പഠിക്കുക എന്നുള്ളത് നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ വല്ലാതെ കുറയ്ക്കുന്ന സാധനമാണ്. അപ്പോൾ 2 അല്ലെങ്കിൽ 3 വിഷയങ്ങൾ ഒരു ദിവസം 2 അല്ലെങ്കിൽ 3 വിഷയം അപ്പോൾ ക്യൂ എടുത്തു. അതിനൊപ്പം റീസണിങ് എടുക്കണമെന്നില്ല, കാരണം രണ്ടും സ്റ്റെപ്പ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ക്യൂയുടെ കൂടെ നിങ്ങൾ ഇംഗ്ലീഷ് എടുത്തു, പ്ലസ് നിങ്ങൾക്ക് വേണമെങ്കിൽ GK റിവിഷൻ എടുക്കാം. അപ്പോൾ 2 അല്ലെങ്കിൽ 3 വിഷയം എടുക്കാം. പ്ലസ് എന്ത് വെക്കണം, മിനിമം 2 സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഓരോ ദിവസം വെക്കണം. 15 മിനിറ്റിൻ്റെ 2 സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഓരോ ദിവസം എടുക്കണം. അപ്പോൾ നിങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത് എനിക്കറിയാം, മാർക്ക് വളരെ കുറവാണ്, 15 മിനിറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇത് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. ഇതിനൊരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. എന്താ സൊല്യൂഷൻ? കൂടുതൽ സെക്ഷണൽ ടെസ്റ്റ് എടുത്ത് 15 മിനിറ്റിൽ നിന്ന് ടൈമർ പുറകോട്ട് പോകുമ്പോൾ ഉള്ള പേടി മാറ്റുക. പലർക്കും 15 മിനിറ്റിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതല്ല സത്യം. ടൈമർ പുറകോട്ട് പോകുമ്പോൾ ടെൻഷനാണ് പ്രധാനപ്പെട്ട കാര്യം. 15 മിനിറ്റിൽ 25 ചെയ്യാൻ പറ്റില്ല, ശരി, നിങ്ങൾക്ക് 20+ ചെയ്യാൻ പറ്റും, 22 ചെയ്യാൻ പറ്റും. പക്ഷേ 15 മിനിറ്റിന്റെ അവസാനത്തെ 2 മിനിറ്റൊക്കെ ലിറ്ററലി നിങ്ങൾ പാനിക്കായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ 2 മിനിറ്റ് 2 ചോദ്യം ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്യുന്നില്ല. കാരണം എന്താ? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ടൈമർ പുറകോട്ട് പോകുമ്പോൾ ടെൻഷൻ അടിക്കുന്നത്, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ആകെ പറയാനുള്ളത്, നിങ്ങളുടെ ടെൻഷൻസ് ഒക്കെ ജെനുവിനാണ്. കാരണം നമ്മളെ കംഫർട്ട് സോണിൽ നമ്മൾ തള്ളി പുറത്തേക്ക് ഇട്ടു. GKയുടെ ഇംഗ്ലീഷിന്റെ സമയം എടുത്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇനി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാ? ഇത് എല്ലാവർക്കും ഉള്ളതാണെന്ന് മനസ്സിലാക്കുക. ദിവസം 2 സെക്ഷനിൽ മോക്ക് വെച്ചിട്ട് നിങ്ങൾ എടുക്കുക, 15 മിനിറ്റിന്റെ 2 വെച്ചിട്ട്. ഓക്കെ, നിലവിൽ വീക്ക്ലി 1-2 ഫുൾ മോക്ക് എടുത്താൽ മതി. നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ 2 എടുക്കാം, ഇല്ലെങ്കിൽ 1 എടുത്താൽ മതി. അല്ലാത്ത ആളുകളോട് ഞാൻ വീക്ക്ലി 2, 3, 4 എന്നൊന്നും പറയില്ല. കാരണം മാർക്ക് പറയുമ്പോൾ കോൺഫിഡൻസ് വീണ്ടും കുറയും. ഓക്കെ, വീക്ക്ലി പ്ലാൻ ഉണ്ടാക്കുന്ന ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ട്, ഈ ഒരാഴ്ചയിൽ ഞാൻ ക്യൂയുടെ ജോമെട്രി ഞാൻ തീർക്കും, ഞാൻ മെൻസുറേഷൻ തീർക്കും, റീസണിങ്ങിൻ്റെ ഈ ഒരു 3 ഏരിയാസ് ഞാൻ തീർക്കും, GKയിൽ ഹിസ്റ്ററിയുടെ ഇതാണ് എൻ്റെ റിവിഷൻ്റെ ടാർഗറ്റ്, ഇംഗ്ലീഷിന് ഇത്ര വൊക്കാബ്, ഇത്ര ഗ്രാമർ പാർട്ട് അല്ലെങ്കിൽ ഇത്ര എഡിറ്റോറിയൽസ് വായിക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ 6 ദിവസമുണ്ട്, 6, 2, 12 സെക്ഷണൽ മോക്ക് ടെസ്റ്റ് എടുക്കും, ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് മിനിമം എടുക്കും. ഒരു വീക്കിൻ്റെ ടാർഗറ്റായി. ഇനി നിങ്ങൾ നേരെ അത് ഡെയിലി ഷെഡ്യൂളിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ 8 മുതൽ 10 വരെ മണിക്കൂറുകൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 സബ്ജക്റ്റുകളെ ഒരു ദിവസത്തേക്ക് ടാർഗറ്റായിട്ട് വയ്ക്കാം. ഇല്ല, ജോലിയൊക്കെ ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ 1 അല്ലെങ്കിൽ 2 വിഷയത്തിലേക്ക് നിർത്തുക. അതിൽ കൂടുതൽ നിങ്ങൾ പുഷ് ചെയ്യരുത്. എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് ഇടാനായിട്ട് നോക്കുക. ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ഇങ്ങനെ തന്നെ തിരിക്കണം. അല്ലാതെ ഒരു ദിവസം ഞാൻ 10 മണിക്കൂർ പഠിക്കും, ബാക്കി 14 മണിക്കൂർ ഞാൻ അതിൽ 8 മണിക്കൂർ ഉറങ്ങും, ബാക്കി ഇത്ര മണിക്കൂർ, ആ മണിക്കൂർ ഞാൻ തലകുത്തിക്കും, അങ്ങനെ പ്ലാൻ ചെയ്യരുത്. കൃത്യം സെഷൻസ് ആയിട്ട് തിരിക്കുക. അതിനിടയിൽ കൃത്യം ബ്രേക്ക് വേണം. കൃത്യം ബ്രേക്ക് വേണം. എന്നാലേ ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. റിയലിസ്റ്റിക് ആയിട്ട് പ്ലാൻ ഉണ്ടാക്കുക. രാവിലെ എപ്പോൾ വേണമെങ്കിലും എഴുന്നേറ്റുള്ളൂ. നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ച് നിങ്ങൾ ക്യൂ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്ര സമയം, സപ്പോസ് 1 മണിക്കൂർ നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ 1 മണിക്കൂർ ക്ലാസ് കാണിക്കുകയാണ്. എഗെയിൻ ജോമെട്രിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ജോമെട്രി ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നത്. ജോമെട്രി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീരുന്നല്ല. ആ പഠിച്ച ഭാഗത്തു നിന്നും നിങ്ങൾ ഒരു 20 അല്ലെങ്കിൽ 30 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചെയ്യണം. ഇനി മുതൽ ആ ഒരു പ്രാക്ടീസ് വേണം. 20 അല്ലെങ്കിൽ 30. ഇത് വേണമെങ്കിൽ നിങ്ങളൊരു സെക്ഷണൽ മോക്കാക്കിക്കോ. ക്ലിയർ ആണോ? ആ ഒരു സമയത്ത് സെക്ഷണൽ മോക്കാക്കിക്കോ. മോർണിംഗിൽ ആ ഒരു പോർഷൻ കഴിഞ്ഞോ, ഉച്ചയ്ക്ക് ശേഷം ബ്രേക്കിന് ശേഷം പവർ നാപ്പ് എടുത്തോ. നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് വരുന്നെങ്കിൽ ഇംഗ്ലീഷിന്റെ ഗ്രാമർ, വൊക്കാബ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഇതിൽ എന്താ നിങ്ങൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്? വൊക്കാബ് നിങ്ങൾ സ്ട്രോങ് ആണോ? നിങ്ങൾ ഗ്രാമർ റൂൾസ് നോക്കോ. ഇല്ല, ഗ്രാമർ റൂൾസ് അത്യാവശ്യം ഞാൻ സ്ട്രോങ് ആണ്, എനിക്ക് വൊക്കാബിലേക്ക് ഫോക്കസ് ചെയ്യണ്ടേ. വൊക്കാബും ഫോക്കസ് ചെയ്തോ. ഒരു 2 എഡിറ്റോറിയൽ വെച്ച് വായിച്ചോ. എഡിറ്റോറിയൽ വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് വായിക്കുക. ഒരു ടൈം ലിമിറ്റിലേക്ക് എത്താനല്ല. 10 ദിവസം വായിക്കുമ്പോൾ ഓക്കെ, ആദ്യത്തെ എഡിറ്റോറിയൽ വായിക്കാൻ ഞാൻ എടുത്തത് 10 മിനിറ്റാണ്, രണ്ടാമത്തേന് 10 മിനിറ്റാണ്, 10ാമത്തെ ദിവസം അത് 8 മിനിറ്റ് ആയിട്ട് കുറഞ്ഞു എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു പോകും. ഞാൻ സ്ഥിരമായിട്ട് എഡിറ്റോറിയൽസ് നിങ്ങളോട് വായിക്കാൻ പറയുന്ന ആരെങ്കിലും ഒക്കെ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 1 മാസമായിട്ട് 2 മാസമൊക്കെ ആയിട്ട് വായിക്കുന്നവർക്കുള്ള അഡ്വാൻറ്റേജ് അറിയാം. ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെക്ഷൻ നമുക്ക് എടുത്തോളുക. ഈവനിങ് നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് റീസണിങ്ങിൻ്റെ പ്രാക്ടീസ് ചെയ്യാം. റീസണിങ് കിങ് പറയാറുണ്ടല്ലോ, ഇറ്റ് ഈസ് മോർ അബൌട്ട് പ്രാക്ടീസ്. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിൻ്റെ റിവിഷനിലേക്ക് ഇരിക്കാം. കറണ്ട് അഫയേഴ്സിൻ്റെയോ സ്റ്റാറ്റിക് GKയുടെയോ ഹിസ്റ്ററിയുടെയോ പോളിറ്റിയുടെയോ ജോഗ്രഫിയുടെയോ എക്കണോമിക്സിൻ്റെയോ അല്ലെങ്കിൽ സയൻസ് വിഷയങ്ങളുടെയോ റിവിഷനിലേക്ക് നിങ്ങൾക്ക് ഇരിക്കാം. ഉറപ്പായിട്ടും ഒരു ദിവസം 1 മണിക്കൂർ, 8 to 10 മണിക്കൂർ പഠിക്കുന്നവരാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ റിവിഷൻ മാറ്റി വയ്ക്കണം. ഞാൻ 1/3 സമയം റിവിഷനൊക്കെ മാറ്റി വയ്ക്കാൻ പറയാറുണ്ട്. ഏറ്റവും എഫക്റ്റീവായിട്ട് ഞാൻ വിചാരിക്കുന്നത് അത് തന്നെയാണ്. 9 മണിക്കൂർ പഠിക്കുന്നവർ 3 മണിക്കൂറെങ്കിലും റിവിഷൻ നടത്തണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിനിമം 1 മണിക്കൂറെങ്കിലും റിവിഷൻ നടത്തണം.
മിനിമം 1 മണിക്കൂറെങ്കിലും റിവിഷൻ നടത്തണം. അപ്പോൾ ഒരു ദിവസം 2 സെക്ഷണൽ മോക്കായി. നിങ്ങൾ ഇവിടെ എടുക്കുന്നത് GK ആണെങ്കിൽ അതിൻ്റെ സെക്ഷണൽ മോക്ക് എടുക്കണം. ക്ലിയർ ആണോ? പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടാർഗറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ സ്റ്റഡി പ്ലാനിനും പറയുന്ന ഒരു സാധനമാണ്. എന്താണ്? പ്ലീസ് കീപ് റിയലിസ്റ്റിക് ടാർഗറ്റ്. നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം മാത്രം കണ്ടെത്തിയാൽ പോരാ. നിങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയം വേണം. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം വേണം. വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ, നടക്കുന്നവരാണെങ്കിൽ, കണ്ണടച്ചിരിക്കുന്നവരാണെങ്കിൽ, മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അതിനുള്ള സമയം നമുക്ക് വേണം. ഈ വർക്കൗട്ട് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതായത് ഹെൽത്തി ബ്രേക്സ് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ വേണം. അരമണിക്കൂർ ലഞ്ച് ബ്രേക്ക്. അതിനുശേഷം അത് പോസിബിൾ അല്ല. 1 ദിവസം 2 ദിവസം 3 ദിവസം വർക്കാവും. നമുക്ക് 90 ദിവസം ഇരിക്കണം. അപ്പോൾ നിങ്ങളൊരു 10 ദിവസം വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 1 ദിവസം നിങ്ങൾ ബ്രേക്ക് എടുത്തോ, അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ബ്രേക്ക് എടുത്തോ. ബാക്കിയുള്ള സമയത്ത് നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് എടുത്താൽ മതി. നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസ് നിങ്ങൾ ട്രാക്ക് ചെയ്യണം. ഡെയിലി പ്ലാൻ ഉണ്ടാക്കി അത് വർക്കാവുന്നുണ്ടോ നോക്കണ്ടേ? അപ്പോൾ നിങ്ങളുടെ ബുക്കിൻ്റെ സൈഡിലോ ഒരു ഗൂഗിൾ ഷീറ്റിൻ്റെ സൈഡിലോ നിങ്ങൾ ആ പെർഫോമൻസിനെ ട്രാക്ക് ചെയ്യണം. കംപ്ലീറ്റഡ്, ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തു, ഇന്ന പോർഷനാണ് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്, അത് കവർ ചെയ്തു, ഇല്ല കവർ ചെയ്തില്ല, എന്ന് വയ്യായിരുന്നു, ആ കാര്യം ഇവിടെ മെൻഷൻ ചെയ്താൽ മതി. പ്ലസ് നിങ്ങളെടുത്ത ടെസ്റ്റുകളുടെ മാർക്കും നിങ്ങളവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ പറയട്ടെ, ഞാൻ ഈ പറയുന്ന വാക്ക് ഭയങ്കര ക്രിഞ്ചാണ്, പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്കാണ്. എന്താ അത്? കൺസിസ്റ്റൻസി. ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മുടെ പഠനം പോകണം എപ്പോഴാണെന്നറിയോ? നമ്മുടെ മൂക്കുകളും നമ്മുടെ റിവിഷനും കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കുമ്പോഴാണ്. ഒരു ദിവസം 2 സെക്ഷൻ മൂക്ക് വെച്ചെടുക്കുന്ന, ഇപ്പം ഞാൻ നിങ്ങളോട് കുറച്ച് കാലമായിട്ട് എന്നോട് ഇൻഡിവിജ്വലി ഡൗട്ട് ചോദിക്കുന്ന പിള്ളേരോട് ഞാൻ പറയാറുണ്ട്, സെക്ഷൻ മൂക്ക് എടുക്കണം. 2 മൂക്ക് കഴിഞ്ഞ 1 മാസമായിട്ട് എടുക്കുന്ന. കാരണം നോട്ടിഫിക്കേഷൻ ഡിലേ ആയപ്പോഴേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ചിലപ്പോൾ സെക്ഷണൽ ടൈമർ വരും, ഇല്ലേ? പേഴ്സണലി എത്രയോ നിങ്ങളോട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുതൽ പറയുന്നതിൽ 10ൽ ചിലപ്പോൾ 3 പേരായിരിക്കും അത് എടുക്കുന്നത്. റിവിഷൻ നല്ല വൃത്തിക്ക് വേണ്ടി പോകണം. റിവിഷൻ നല്ല വൃത്തിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്നും പഠിക്കാത്ത ഒരാൾ വെറുതെ ഇരുന്ന് റിവിഷൻ നടത്തില്ലല്ലോ. അടുത്തത്, എത്രയാണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്? ഇതൊരു മണ്ടൻ ചോദ്യമാണ്. ഇതൊരു മണ്ടൻ ഉത്തരവാണ്. ഞാൻ നിങ്ങൾക്ക് ഉത്തരം തന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു 150+ സ്കോർ ചെയ്തുള്ളൂ എന്ന് എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് പറയാം. 150 സ്കോർ ചെയ്താൽ എളുപ്പമാണ്. അത് ഉറപ്പല്ലേ? റോ സ്കോർ 150 ഉണ്ടെങ്കിൽ ക്ലിയർ ആവുമെന്നുള്ളത് ഏതൊരാൾക്കും അറിയാം. എനിക്കിപ്പോൾ കട്ട് ഓഫ് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം പരീക്ഷ കഴിഞ്ഞിട്ടില്ല, ഷിഫ്റ്റുകൾ കഴിഞ്ഞിട്ടില്ല, എന്നാൽ മാത്രമേ കട്ട് ഓഫ് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഈ അടുത്ത് തന്നെ UPSCയുടെ പ്രിലിംസ് പരീക്ഷ എടുക്കാം. കഴിഞ്ഞ തവണ 90 സംതിങ് ആയിരുന്നു, 92 സംതിങ് ആയിരുന്നു. അതിന് മുന്നത്തെ തവണ 75+ ആയിരുന്നു. ഇപ്രാവശ്യം കട്ട് ഓഫ് വീണ്ടും കുറയും, ഒരു 75-80 ഇടയ്ക്കായിരിക്കും. പരീക്ഷ കഴിഞ്ഞാലേ കട്ട് ഓഫിനെ പറ്റി പറയാൻ സാധിക്കുള്ളൂ. എന്നാലും നിങ്ങളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി പറയാം. പക്ഷേ ഞാൻ വീണ്ടും പറയേണ്ടത് ഒരു ആക്യുറേറ്റ് നമ്പർ അല്ല. പരീക്ഷ കഴിയാതെ, ചോദ്യത്തിൻ്റെ നേച്ചർ അറിയാതെ, ഡിഫിക്കൽട്ടി ലെവൽ അറിയാതെ കട്ട് ഓഫ് പ്രൊഡിക്റ്റ് ചെയ്യാൻ നമ്മൾ ആരുമില്ല. നിങ്ങളൊരു 8 to 10 മണിക്കൂർ പഠിക്കുന്ന ആളാണെങ്കിൽ കൺസിസ്റ്റൻസി ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, അത് ക്രിഞ്ചാണെങ്കിൽ മനസ്സിലാക്കുക. അതാണ് നമുക്ക് ആവശ്യം. അതായത് നല്ലപോലെ ടെസ്റ്റുകൾ എടുത്ത്, ഡെയിലി 2 സെക്ഷണൽ മോക്ക് എടുത്ത്, പറ്റുന്ന പോലെ വീക്ക്ലി 1-2 ഫുൾ മോക്ക് എടുത്ത് റിവിഷൻ നടത്തി പോകുന്ന ഒരാളാണെങ്കിൽ വിത്ത് സെക്ഷണൽ ടൈമർ നിങ്ങൾക്ക് റോ സ്കോർ 130, 140 എത്തിക്കാൻ സാധിക്കും. 130 റോ സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഓക്കെ, സെക്ഷണൽ ടൈമിനുള്ള മോക്ക് എടുത്തിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, ലീഡിംഗ് പ്ലാറ്റ്ഫോമുകളിൽ 2-3 നടത്തുന്ന സെക്ഷണൽ ടൈമിലുള്ള മോക്ക് എടുത്ത് നോക്കി. ഞാൻ വീണ്ടും പറയട്ടെ, നമുക്ക് 130s നമ്മുടെ റോ സ്കോറിനെ എത്തിക്കാൻ സാധിക്കും. നിങ്ങൾ തരക്കേടില്ലാതെ പഠിക്കുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ പഠിച്ചു തുടങ്ങിയ ആൾക്ക് അത് പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. തരക്കേടില്ലാതെ ഇത്രയും നാൾ പഠിച്ചു തുടങ്ങിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കോറിലേക്ക് എത്തിക്കാൻ സാധിക്കും. കട്ട് ഓഫ് ഇപ്പോഴും ഞാൻ പറയുന്നില്ല. ഇനി ക്ലാസ് കാണുന്ന കാര്യം പറഞ്ഞു. നിങ്ങളിപ്പോഴും ക്ലാസ് കണ്ടു തുടങ്ങിയിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ സൈലത്തിൻ്റെ വരാൻ പോകുന്ന പരീക്ഷനെ ടയർ 1 ഫോക്കസ് ചെയ്യുന്ന ഒരു ബാച്ച് ജൂൺ മാസം 12 ഈ അടുത്ത് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിവിഷൻ ബാച്ചിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുക. ഇതൊരു റിവിഷൻ ബാച്ചാണ്. ഇതിൽ 150 മണിക്കൂറിലധികം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. ഓക്കെ, 150 മണിക്കൂറിലധികം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 2-3 വർഷത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ലൈവ് ക്ലാസ്സുകൾ മാത്രമല്ല, ഇതിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാകും. ഇപ്പോൾ GKയിലേക്കൊക്കെ വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് വേണ്ടത് മാക്സിമം പ്രാക്ടീസാണ്. അപ്പോൾ GKയിൽ നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. എങ്ങനെ? റെക്കോർഡ് ക്ലാസ്സുകൾ തന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, ഹിസ്റ്ററിയിൽ ഏൻഷ്യൻ ഡൽഹി പോർഷൻ കണ്ടിട്ട് വരിക, ജോഗ്രഫിയിൽ ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റം കണ്ടിട്ട് വരിക, അല്ലെങ്കിൽ റോക്സ് സോയിൽസ് കണ്ടിട്ട് വരിക. അതിൻ്റെ PYQs നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള റിവിഷൻ അവിടെ നടക്കും. ഈ ഒരു ബാച്ചിന് വരുന്ന ഫീ എന്ന് പറയുന്നത് 1499 രൂപയാണ്. പരീക്ഷ കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഇതിന് വാലിഡിറ്റി ഉണ്ടാവും. സൈലത്തിൻ്റെ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ജൂൺ 12 ആരംഭിക്കുന്നത്. ഇനി നിങ്ങൾ അത്യാവശ്യം നല്ലപോലെ റിവിഷൻ കഴിഞ്ഞവരാണ്, ക്ലാസ്സുകളൊക്കെ അത്യാവശ്യം നല്ലപോലെ നിങ്ങൾ കണ്ടവരാണ്,
നിങ്ങളുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ട്, പ്രാക്ടീസ് മാത്രം മതിയെങ്കിൽ നമ്മൾ ഞാൻ കുറച്ചായിട്ട് പറയുന്നുണ്ട്, ഓൾറെഡി നമ്മളൊരു PYQ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സുകളൊക്കെ അതിൽ നല്ല വൃത്തിക്ക് പോകുന്നുണ്ട്. അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. 999 രൂപയാണ് അതിന് വരുന്നത്. ഇവിടെ റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കില്ല, ഇവിടെ PYQവിൻ്റെ എഫക്റ്റീവ് ഡിസ്കഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളൊന്നും ഞാനിതിൽ പറഞ്ഞിട്ടില്ല. ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഈ ഒരു മാറിയ സമയത്ത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട്, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പറ്റുന്ന പോലെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 10 ദിവസം അതിൻ്റെ പുറകിൽ ഇരിക്കുക. അത് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കാം. ടെലഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, GK സിംപ്ലിഫൈഡ് ആണ് എൻ്റെ ടെലഗ്രാം. ആ ടെലഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് സ്റ്റഡി പ്ലാനിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ എഫക്റ്റീവായിട്ട് എങ്ങനെ മാറ്റം വരുത്താം. കാരണം ആ 10 ദിവസത്തിൽ നിങ്ങളുടെ ട്രാക്ക് എങ്ങനെയാണ് പോകുന്നത്, ട്രാക്ക് റെക്കോർഡ് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കുറേ കൂടെ നല്ലൊരു സ്റ്റഡി പ്ലാൻ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ വെറുതെ എനിക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി തരാമെന്ന് ചോദിക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്. കാരണം എനിക്ക് നിങ്ങൾക്ക് എന്നെ പിന്നെ അറിയായിരിക്കും. എനിക്ക് നിങ്ങളധികം അറിഞ്ഞുകൂടാ, നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ഒരു പ്ലാൻ വെച്ചിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. 10 ദിവസം ശ്രമിക്കുക. അത് പറ്റുന്നില്ലെങ്കിൽ, അത് റിയലിസ്റ്റിക് ആവുന്നില്ലെങ്കിൽ അതിൽ മാറ്റം വരുത്താൻ ഞാൻ സഹായിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ഓരോരോ സബ്ജക്റ്റുകളിലും 15 മിനിറ്റിൽ നിങ്ങൾക്ക് എങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് പരീക്ഷയിൽ കംപ്ലീറ്റ് ആക്കാം എന്നുള്ള സബ്ജക്റ്റ് വൈസ് ഉള്ള വീഡിയോസ് വരുന്നുണ്ട്. GKയുടെ വരുന്നുണ്ട്. അതോർത്ത് പേടിക്കണ്ട. എല്ലാം കൂടെ ഉപയോഗിച്ചിട്ട് ഏറ്റവും വൃത്തിക്കിരുന്ന് പഠിക്കുക. ഇഷ്ടമുള്ള ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക. മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ.